നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എത്ര മനോഹരിയാണ് പാർവതി. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഈ ആദ്യ രാത്രി എനിക്ക് നിന്നെ കല്യാണ പുടവയിൽ കാണണം പാർവതി. ഗാർഗി മണിയറ ഒരുക്കുന്നതിന്റെ തിരക്കിലാണല്ലോ. വരണം വരണം, രണ്ടാളും വരണം. മണിയറ ഒരുക്കങ്ങളൊക്കെ ഗാർഗി സ്വയം ഏറ്റെടുത്തു അല്ലേ? എന്റെ ബ്രോയുടെ ആദ്യ രാത്രിയല്ലേ, അപ്പോ ഈ മണിയറ അലങ്കരിക്കലൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടേ? ഞങ്ങള് നീ ഒരുക്കുന്ന മണിയറ എങ്ങനെയുണ്ടെന്ന് കാണാൻ വന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. കൊള്ളാം അല്ലേ പ്രതാപ? കൊള്ളാം. പെട്ടെന്നായതുകൊണ്ട് അധികം ഒരുക്കങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല. പാർവതി ഇന്നിങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ആരറിഞ്ഞു? മുൻകൂട്ടി ഈ ആദ്യ രാത്രി നിശ്ചയിച്ചിരുന്നെങ്കിലേ ഈ മണിയറ ഞാൻ വളരെ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തേന്. അതെ, വിവാഹം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് ആദ്യ രാത്രി. അതിങ്ങനെ ഇടിപിടിയെന്ന് നടത്താൻ പാടില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രതാപ, അവര് ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞില്ലേ? ദാ മണിയറ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് പാടില്ല എന്ന് പറയുന്നതില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അല്ല, ഞാൻ ഈ ആദ്യരാത്രിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞു പെരുമാറേണ്ടിയിരുന്നത് വിശാലും പാർവതിയാണ്. പിന്നെ അല്ല, അവർക്ക് ആ ചിന്ത ഇല്ലാത്തിടത്തോളം ചേച്ചി പറഞ്ഞാണ് ശരി. എന്റെ അഭിപ്രായം എന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അങ്കിള് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തിനാ വെറുതെ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നേ? കല്യാണം കഴിഞ്ഞു 1 വർഷമായിട്ടും ബ്രോയും പാർവതിയും ഒരു കാരണവും ഇല്ലാതെ 2 മുറിയിൽ കഴിയാന്ന് വെച്ചാ അത് വിഷമകരമല്ലേ? അതെ, ജീവിതകാലം മുഴുവൻ രണ്ടുപേരും 2 മുറി കഴിയണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അങ്കിളെ, ഏതായാലും അവരുടെ ആദ്യ രാത്രി ഇന്ന് നടക്കും. പിന്നെ നമ്മൾ ഇവിടെ തർക്കിച്ച് നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബ്രോ വരാൻ നേരമായി. അതിനു മുൻപ് പാർവതിയാണ് ഈ ചുരുക്കി കൊണ്ടുവരട്ടെ. കണ്ടല്ലോ, ദേ മണിയറ അലങ്കരിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും സമയം കഴിഞ്ഞാ വിശാലിന്റെയും പാർവതിയുടെയും ആദ്യ രാത്രിയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.